രാവിലെ 5:30. അങ്ങനെ എല്ലാവരും സ്ഥിരം തന്നെ ഞങ്ങളോട് ഈയിടെയായിട്ട് ചോദിക്കാറുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്. വേറെ എവിടേക്കും അല്ല, ഇന്ന് വെളുപ്പിന് എണീറ്റ് ഞങ്ങൾ പരുമലയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളെന്ന് കാണണ്ടേ? ഒരാഴ്ച കഴിഞ്ഞെങ്കിലും മാറ്റിയിട്ടില്ല, മാറ്റിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടോ. അപ്പോൾ പള്ളിയിലെത്തിയിട്ട് അഴിപ്പുര സന്ദർശിക്കാനായിട്ട് നടക്കുവാണ്. അഴിപ്പുര എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാലോ, പരുമല തിരുമേനി ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്ന വസതിയാണ്. അതുപോലെ അവിടെ വെച്ച് തന്നെയായിരുന്നു പണ്ട് കാലത്ത് വൈദികർക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്നതും. അപ്പോൾ പരുമല തിരുമേനിയുടെ ആദ്യകാല വസതി ഇപ്പോഴും നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് പള്ളിയുടെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ, അതായത് നമ്മുടെ കവാടവാതിലാണ്. കവാടവാതിലിലൂടെ കടന്ന് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ പള്ളിക്കകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000-ഓളം ആളുകൾക്ക് ഒരേ സമയം കുർബാന അനുഭവിക്കാൻ പാകത്തിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മെയിൻ വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. മെയിൻ വീഡിയോ ഒന്ന് ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷം വരുന്നതാണ് കേട്ടോ. ഇത് പള്ളി മുറ്റത്തുള്ള കൊടിമരമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് പെരുന്നാൾ ജസ്റ്റ് കഴിഞ്ഞുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പന്തലൊന്നും അങ്ങനെ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പള്ളിയിൽ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് കയറിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കയറാറുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. നല്ലൊരു അടിപൊളി മീൽസ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ മാംഗോ സാലഡ്, അതുപോലെ തന്നെ മധുരക്കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെയിൻ വീഡിയോയിലുണ്ട്. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എല്ലാം അങ്ങ് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലിംസസ് ആയിട്ടല്ലേ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് വർത്തമാനം പറയരുതെന്ന് പറഞ്ഞാലും അമ്മ അങ്ങനെയാണ്. അമ്മയ്ക്ക് മിണ്ടാതിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ ശ്രദ്ധിച്ചാൽ കഴിക്കണം കേട്ടോ. കഴിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇന്നത്തെ മെയിൻ വീഡിയോ കാണാൻ മറക്കല്ലേ.